ഫാം ഫെഡ് ബെസ്റ്റ് ആണ് ഈ കൂട്ട്. അടുക്കള ടോപ്പാക്കാൻ ടോപ്പ് ലൈൻ. ടോപ്പ് ലൈൻ കിച്ചൺ വെയർ, ദ കുക്കിംഗ് സ്പെഷ്യലിസ്റ്റ്. ഹലോ വെൽക്കം ടു ബിഹൈൻഡ് വുഡ് സെലിബ്രിറ്റി ഹോം ടൂർ. ഒരു ഗംഭീര വീടിന്റെ മുന്നിലാണ് നമ്മൾ വന്ന് നിൽക്കുന്നത്. ഇത് ആരുടെ വീടാണ് എന്ന ഒരു സംശയം ഉണ്ടാകുമ്പോൾ ഈ കാറ് കണ്ടു കഴിഞ്ഞാൽ, ഈ ജീപ്പ് കോമ്പസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? ഈ നമ്പർക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള നമ്പറാണ്. യെസ്, നമ്മളിപ്പോൾ ഉള്ളത് ഹരീഷ് കണാരൻ ചേട്ടന്റെ വീട്ടിലാണ്. ഇന്നസെന്റ് ഏട്ടൻ ഞാൻ ആകെ 2-3 പടത്തിലെ പരിചയമുള്ളെങ്കിലും ഭയങ്കര കമ്പനിയാണ്. ഇന്നസെന്റ് ഏട്ടൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, നീ ഇപ്പം എവിടെ ഉണ്ട്? അപ്പോൾ ഞാൻ വീട്ടിലാണ്. ആ ഷൂട്ടിങ്ങില്ലല്ലോ, അവ എനിക്ക് ആശ്വാസമായി. നീ ചിലപ്പോൾ ഷൂട്ടിങ്ങിലാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പറയും, ഓഹോ എന്നെയൊക്കെ വീട്ടിലിരുത്തിയിട്ട് ലൊക്കേഷനിൽ വിലസല്ലേ എന്നൊക്കെ പറയും. നമ്മൾ ആദ്യത്തെ കിച്ചണായിരുന്നു. നമ്മൾ കിച്ചൺ മാറ്റിയിട്ട് വേറെ കിച്ചൺ ഉണ്ടാക്കിയിട്ട് ഇത് ഡൈനിങ് ഏരിയ. ഡൈനിങ് ഏരിയയിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന മനോഹരമായ ദൃശ്യം അതെന്താണ്? അത് പുറത്തെ ബാത്റൂമാണ്. എന്തോ കാലചക്രം കറക്കുകയെന്തോ വലിയ പരിപാടികളാണല്ലോ അവിടെ നടക്കുന്നത്. സ്റ്റോറൂമിൽ എന്താ ഉള്ളത് നോക്കട്ടെ, ഇവിടെ എന്താ? ഓക്കെ ചേച്ചി, ഇപ്പൊ ഇതൊക്കെ പലചരക്കായിട്ടാണോ ചേച്ചി ഉപയോഗിക്കുന്നത്? എന്താ ഈ മുകളിലേക്ക് നാല് കൊമ്പ്? ഇത് നമ്മളെ പഴയ സ്റ്റൈൽ. അങ്ങനെ അടിപൊളി ഒരു വീടൊക്കെ ഉണ്ടാക്കിയല്ലേ ഏട്ടാ? ഒരു മാസമായോ? എത്ര മാസമായി? ഇല്ല, ഒരു മാസമായില്ല. ഞാൻ ഈ മാർച്ച് 31 ഇങ്ങോട്ട് താമസിച്ചു. മാർച്ച് 31 എന്നെ ഒന്ന് വിളിച്ച് അങ്ങോട്ട്. ഓക്കെ, അടിപൊളി വീട്. ഈ വീടിന്റെ പേരെന്താ? സരോജം. സരോജം എന്ന് പറയുന്നത്? സരോജം എന്ന് പറയുന്നത് അമ്മേന്റെ സരോജിനി, അപ്പൊ അത് സരോജം ആണ്. അതുപോലെ അടിപൊളി വീടായിട്ടുണ്ട്. നമ്മുടെ പഴയ വീട് റെനോവേറ്റ് ചെയ്തതാണ്. അപ്പൊ ഏതായാലും ഗംഭീരമായ ഒരു വീട്. ഈ പുറത്തൊക്കെ ചിത്രപ്പണികളൊക്കെ ആരാണ് ചേട്ടാ ചെയ്തത്? കുട്ടൂസനോ? പേര് കുട്ടൂസ് എന്നാണ് എല്ലാരും വിളിക്കുന്നത്. അങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു ചേട്ടാ. ഇനിയിപ്പോ കുട്ടൂസിന് അപമാനമായി. അപ്പൊ കുട്ടൂസാണ് ഇതൊക്കെ ചെയ്തു തന്നത്. ഈ ലൈറ്റിങ്ങുകളൊക്കെയോ? ലൈറ്റിങ് ഞങ്ങള് സെലക്ട് ചെയ്ത ചേട്ടനായിട്ട് സെലക്ട് ചെയ്ത. ചേട്ടന് ലൈറ്റിന്റെ മാത്രമായിട്ട് ഒരു ഷോപ്പൊക്കെ ഉണ്ട്. മൊത്തം ട്രഡീഷണൽ സ്റ്റൈലിലുള്ള വീടാണ് ചെയ്യുന്നത്. അപ്പൊ അതിന് മാച്ച് ചെയ്ത ലൈറ്റുകള് കോഴിക്കോട് ഒരു ഷോപ്പിലുണ്ട്, ലൈറ്റ് പാലസ് എന്ന് പറഞ്ഞിട്ട്. അവിടെ പോയാൽ നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. ഇതൊക്കെ തടിയാണോ ചേട്ടാ? അയ്യോ, ഇതൊക്കെ സിമന്റ് ആണ്. ഞാൻ ചോദിക്കാൻ വരികയായിരുന്നു, മൊത്തം എത്ര രൂപയായി ചേട്ടാ മൊത്തം കണ്ടിട്ട് എന്ന്? ഏകദേശം എനിക്കൊരു അറിയാനുള്ള ആഗ്രഹമുണ്ട്. പറയണമെന്ന് ആഗ്രഹമുണ്ടോ? ഇല്ല. എന്തായാലും ചേട്ടന്റെ പോക്കറ്റ് കീറിട്ടില്ലല്ലോ അല്ലേ? കീറിട്ടില്ലല്ലോ. ഓഹോ, അത് മതി. ഹാപ്പി ആണല്ലേ? എല്ലാം സേഫ് ആക്കിയിട്ട്. സിനിമയിൽ നിന്ന് കിട്ടിയ വരുമാനം, അമ്മയിൽ നിന്ന് കിട്ടിയ വരുമാനം, ഭാര്യയിൽ നിന്ന് കിട്ടിയ വരുമാനം, ഏതിലാ ചേട്ടൻ സേഫ് ആയത്? സിനിമയിൽ നിന്ന് കിട്ടിയ വരുമാനം കിട്ടിയത്. പിന്നെ സിനിമയിൽ നിന്ന് ഞാൻ ആദ്യം ഇവിടെ വീട് വെച്ച സമയത്ത് ഇവിടെ ഞാൻ ഇവിടെ കല്യാണം കഴിച്ചു കൊണ്ടുവരുന്ന സമയത്ത് ഇവിടെ ഒരു പണി ഫ്ലോറിംഗ് ഒന്നും ചെയ്തില്ല. അങ്ങനത്തെ ഒരു വീട്ടിലേക്കാണ് ഞാൻ കല്യാണം കഴിച്ചു കൊണ്ടുവന്നുണ്ടായത്. പക്ഷെ വീട് വെച്ചതല്ലോ ആ സമയത്ത്, കല്യാണം കഴിക്കുന്നതിന് മുന്നേ. പിന്നെ അതിന് ശേഷം ഞാൻ സിനിമയിലൊക്കെ വന്നേരെയാണ് ബാക്കി പണികളൊക്കെ എടുപ്പിച്ചത്. പിന്നെ ഇപ്പം ഒന്ന് 2 റൂമൊക്കെയാണ് ആദ്യം ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ പിന്നെ ആരെങ്കിലൊക്കെ വന്നു കഴിഞ്ഞാൽ താമസിക്കാനുള്ളൊരു പ്രശ്നം. അപ്പോൾ ഇവിടെ ഒരു അമ്പലമുണ്ട്, ശിവക്ഷേത്രം, അതിന്റെ തൊട്ട് ബാക്കിലാണ് വീട്. അപ്പൊ ഞാൻ കുറച്ച് വാസ്തു വിശ്വാസമൊക്കെ ഉള്ളതാണ്. അപ്പൊ അതിന്റെ അമ്പലത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അതൊക്കെ നോക്കിച്ചപ്പോൾ ഞാൻ വേറെ സ്ഥലത്തെ വീട് വെക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ ഇവിടെ കുഴപ്പമൊന്നുമില്ലാതെ കണ്ടപ്പം ഞങ്ങൾക്ക് 2 ട്രഡീഷണൽ സ്റ്റൈലിലുള്ള വീട് വേണമെന്നുള്ളതാണ്. അങ്ങനെയാണ് ഇത് ചെയ്യുന്നത്, ഇതിലേക്ക് വന്നത് അല്ലേ? ഈ ട്രഡീഷണൽ സ്റ്റൈലൊക്കെ അകത്തേക്ക് കയറി കണ്ടാലോ ഒരു മൊത്തത്തിൽ ഒരു മന ഫീൽ ഉണ്ടാകും. അങ്ങനെ തന്നെയല്ലേ? ഓക്കെ, കം ഓൺ, ലെറ്റ്സ് ഗോ. അകത്തേക്ക് കയറി വരുമ്പോൾ വീടുണ്ടാക്കിയ ആളെ ചേട്ടൻ നേരത്തെ വിളിച്ച് ക്യാൻവാസ് ചെയ്ത് ഇവിടെ ഇരുത്തിയിട്ടുണ്ട്. ആർക്കിടെക്റ്റിന്റെ പരമാവധി പരസ്യം കൊടുക്കുന്ന മറ്റാരുണ്ട് ചേട്ടാ? ഇത്രയും കാലമായിട്ട് ചേട്ടൻ എത്ര വീട് വെച്ചിട്ടുണ്ട് അല്ലേ? 100 പുറത്തുണ്ടാവില്ലേ? ഇത്രയും വീട് ചെയ്തിട്ട് ഇതുപോലെ ആത്മഹത്യയായിട്ട് പരസ്യം തരുന്ന വേറെ ആരെങ്കിലും ഉണ്ടോ?
അല്ല ഇങ്ങനെ പരസ്യം തരാം, നിങ്ങൾ കുറച്ച് പൈസ അങ്ങനെ വല്ലതും പറഞ്ഞിട്ടുണ്ടോ? അല്ല, ജയേട്ടനെ കുറെ മുന്നേറ്റ് പരിചയമുണ്ട്. അപ്പം ഇങ്ങനെ സ്റ്റൈല് വന്നപ്പം ജയേട്ടനല്ലാതെ പിന്നെ വേറെ ഓപ്ഷൻ ഇല്ല. എന്തായാലും ചേട്ടാ അടിപൊളിയായിട്ടുണ്ട്. ഞങ്ങൾ മൊത്തമായിട്ടൊക്കെ ഒന്ന് കയറി കണ്ടുവരട്ടെ. അപ്പൊ ഇതാണ് നമ്മുടെ ഹോള് അല്ലേ ഏട്ടാ? ഞങ്ങൾ വരുന്ന എല്ലാവരും ആദ്യമായി സ്വീകരിച്ചിരുന്ന ഏരിയ. ഇവിടെ തന്നെ പൂജാമുറി വെക്കാന്നുള്ളത് ആരുടെ ഐഡിയ ആയിരുന്നു? അല്ല, ഇത് ആദ്യം നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു പൂജാമുറി ഉണ്ടായിരുന്നു, ചെറിയ ഇതേപോലെ തന്നെ മുറിയായിട്ടല്ല, ഇതുപോലെ. അപ്പൊ അത് ഒന്നും കൂടി വലുതാക്കി അതിന്റെ ഇതൊക്കെ കൂട്ടി ഇവിടെ തന്നെ. ഇതാണ് മറ്റേ ശരിക്കും പൂജേന്റെ ഒരു സ്ഥാനം ഇതാണ്. പിന്നെ വടക്ക് കിഴക്ക് മൂല. ചേച്ചിയുടെ ഇവിടുത്തെ ഏറ്റവും ഫേവറേറ്റ് സ്പോട്ട് ഏതാ? എല്ലാം ഫേവറേറ്റ് തന്നെയാണ്. എന്നാലും കൂടുതൽ ഞാൻ കിച്ചണിലല്ല അധികം ഉണ്ടാവുക. ചേച്ചി വേറെ എന്തെങ്കിലും പറയാമായിരുന്നു. ഈ ക്ലീശ സാധനം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കാം. ഇതൊക്കെ ഈ സാധനങ്ങളെല്ലാം വാങ്ങിച്ചൊക്കെ അല്ല, ഇതൊക്കെ ഗിഫ്റ്റ് തന്നു. ഓ അത് ശരി. ഓക്കെ, നമ്മൾ വാങ്ങിച്ചല്ല. ഓക്കെ ഡൺ. അപ്പൊ ചേട്ടാ ഇവിടേക്ക് വന്നപ്പോൾ എന്നെ ഏറ്റവും അധികം അട്രാക്ട് ചെയ്തത് ഈ ഒരു ഏരിയയാണ്. ഈ ഒരു ഏരിയയിലേക്ക് വരൂ. ചേച്ചി, ഈ ഫോട്ടോസില് ചേച്ചി ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന ഫോട്ടോ ഏതാണ്? സന്തോഷം നൽകുന്നത് എല്ലാരും വീട്ടിൽ വന്നിട്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട്. പിന്നെ ലാലേട്ടൻ, നമുക്ക് എല്ലാം സന്തോഷം തന്നെയാണ്. ഇതൊക്കെ എപ്പോ സംഭവിച്ചു? മമ്മൂക്കയുടെ ഒക്കെ കൂടെ പുള്ളിക്കാരൻ ഇത് ഇട്ടിമാണി. പിന്നെ ഇത് എന്റെ ഉമ്മാന്റെ പേര് എന്ന് പറഞ്ഞ പടം ഷൂട്ട് ചെയ്യുമ്പം എല്ലാരും ഇവിടെ വന്നിട്ട് ഭക്ഷണം കഴിച്ചു. ശരി. ഇതൊക്കെ ഇവര് നമ്മുടെ വീട്ടിൽ വന്നാണോ? ഇത് നമ്മള് പിന്നെ ദിലീപേറിന്റെ കഴിഞ്ഞ പടമല്ലേന്നോ, കേശു വീടിന്റെ ആ പടത്തിന്റെ പ്രിവ്യൂ കണ്ടിട്ട് ഞങ്ങൾ ഇറങ്ങിയാണ്. അത് ശരി. അങ്ങനെ എല്ലാ ഫോട്ടോസും കൃത്യമായി ശേഖരിച്ചു വെച്ച് ഇങ്ങനെ ഒരു ആൽബം. ഇത് കുറച്ചേ ഉള്ളൂ, ഞാൻ കൊറേ ഫോട്ടോ ഒക്കെ മിസ്സായി പോയി. ഇതൊക്കെ ചേച്ചിയാണോ ഇതൊക്കെ ഇങ്ങനെ ചെയ്തേ? അപ്പൊ കുറച്ചേ ഉള്ളത് മൊബൈല് എത്ര ക്ലിയർ ഒന്നും ഉണ്ടാവില്ല, എന്നാല് ലൊക്കേഷനിലൊക്കെ പോകുമ്പോ എടുക്കുന്ന ഫോട്ടോ ആണല്ലോ. അപ്പൊ ചിലപ്പോ ക്ഷീണിച്ച് അങ്ങനെയൊക്കെ എടുക്കുന്ന ഫോട്ടോസ് ആണ്. ക്ലിയർ ഇല്ലെങ്കിലും ഇതൊക്കെ ഒരു മെമ്മറി ആണല്ലോ. അപ്പൊ അങ്ങനെ ഇത് ജയേട്ടൻ ഇവിടെ വന്നാണ്, വീട്ടിൽ വന്നാണ്. ഇതില് വീട്ടിൽ വന്ന വേറെ ആരൊക്കെയുള്ള ഏതൊക്കെയുള്ള ഇത് ഇവിടെയാണോ വീടാണോ? ഇത് നമ്മളെ ഉല്ലാസപുത്രിന്റെ സെറ്റാണ്. ഇത് ഉല്ലാസപുത്രിന്റെ സെറ്റാണ്. ഇത് ദുബായില് അന്ന് കിങ്ലെയറിന്റെ ദിലീപാന്റെ ഒക്കെ കൂടി ഫോട്ടോ എടുത്താണ്. ഇത് ഒപ്പം ഷൂട്ടിങ്ങിന് ഇന്നസെന്റ് ഏട്ടന്റെ പുള്ളിക്കാരൻ സ്റ്റാറാന്ന് പറഞ്ഞ പടത്തിന്റെ. ഇത് മെഹബൂബ് മൂസ. ഇന്നസെന്റ് ഏട്ടനായിട്ട് ഇപ്പൊ നമ്മുടെ കൂടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പ്രത്യേകം ചോദിക്കാം, എന്തെങ്കിലും ഒരു ചേട്ടൻ അങ്ങനെ ഒരു മെമ്മറി? ഇന്നസെന്റ് ഏട്ടൻ ഞാൻ ആകെ 2-3 പടത്തിലേ പരിചയമുള്ളെങ്കിലും ഭയങ്കര കമ്പനിയാണ്. ഇന്നസെന്റ് ഇടയ്ക്ക് വിളിക്കും. നീ ഇപ്പൊ എവിടെ ഉണ്ട്? അപ്പൊ ഞാൻ വീട്ടിലാണ്. ആ ഷൂട്ടിങ്ങില്ലല്ലോ, എനിക്ക് ആശ്വാസമായി. നീ അങ്ങനെയൊക്കെ പറയും. ചിലപ്പോ ഷൂട്ടിങ്ങിലാന്ന് പറഞ്ഞാൽ ചിലപ്പോ പറയും, ഓഹോ എന്നെയൊക്കെ വീട്ടിലിരുത്തിട്ട് ലൊക്കേഷനിൽ വിലസല്ലേ എന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ പറയും. പിന്നെ ഇവളായിട്ട് സംസാരിക്കും, മക്കളായിട്ട് സംസാരിക്കും. അപ്പം പിന്നെ നമ്മള് പുള്ളിക്കാരൻ സാറെ ഷൂട്ട് ചെയ്തിട്ട് ഒരു MP ആണ്. ആ സമയത്ത് ലൊക്കേഷനിൽ പോകും, നീ പ്രൊട്ടക്ഷൻ വേണ്ടി പോകണ്ട, എൻ്റെ കൂടെ വന്നാൽ മതി എന്നിട്ട് തമാശയൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതായിരുന്നു. 3-4 പടം ചെയ്തില്ലെങ്കിലും ഭയങ്കര അറ്റാച്ച്മെന്റ് ആയിരുന്നു. ഇവിടെ ഇതൊരു റൂമാണ്. റൂമിൽ അമ്മ കിടക്കുകയാണ്. അതുകൊണ്ട് അമ്മയെ നമുക്ക് ബുദ്ധിമുട്ടിക്കണ്ട. ഇത് ബുദ്ധനെ താല്പര്യമുള്ള ആരാണ് ഇവിടെ? നിങ്ങൾ 2 സമാധാനത്തിന്റെ ആൾക്കാരായതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. എന്നാലും ബുദ്ധനെ കൂടുതൽ താല്പര്യമുള്ള ആരാണ്? അല്ല, അത് ഇവിടെ ഒരു ബുദ്ധന്റെ ഒരു എന്താണ് പറയാ ശില്പം, അത് വെക്കണം എന്ന് വിചാരിച്ചു. പിന്നെ അത് നമ്മള് ഇങ്ങനെ പെയിന്റിങ് അത് ഇതേതായാലും ബുദ്ധിയായി. ശില്പമൊക്കെ വെച്ചെങ്കിൽ വലിയ പാടായതുകൊണ്ട് കുഴപ്പമില്ല. ചേച്ചി ബാ അടുത്ത മുറിയിലേക്ക്. ഇതൊക്കെ വളരെ ഭയങ്കര ഭംഗിയായിട്ട് സ്പേസ് യൂട്ടിലൈസേഷൻ. ഇവിടെ ഒരു മുറി ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. അങ്ങനെ മുറിയിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ജനലുകൾക്കൊക്കെ ഇങ്ങനെയുള്ള കളറുകൾ കൊടുക്കാം, കളർ ചില്ലുകൾ വെക്കാന്നൊക്കെ ഉള്ളത് ആരുടെ ഐഡിയ ആണ്? നമ്മള് പണ്ടത്തെ ഏത് എടുത്ത് നോക്കിയാലും കളർ ഗ്ലാസ് ഉപയോഗിക്കുന്നോണ്ട് നമുക്ക് കർട്ടന്റെ ആവശ്യമില്ല. അങ്ങനെ പൈസ ലാഭിക്കാം അല്ലേ? ഇതിനകത്തോ ഇവിടെ എന്താ? ഓക്കെ. അപ്പൊ ഇങ്ങനെ താഴെ 2 മുറി, മുകളിലും 2 മുറി. ഓക്കെ. അപ്പൊ നമുക്കിന് മുകളിലേക്ക്, അത് അടുക്കളയിലേക്ക് പോവാം. ചേച്ചിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സ്പോട്ടിലേക്ക് പോയിട്ട് വരാം. ഓ, അടുക്കളയിലെ ഡൈനിങ് ഏരിയ അല്ലേ? അങ്ങനെ ഒരു സെപ്പറേറ്റ് ഡൈനിങ് ഏരിയ വേണം എന്നുള്ളത് ആരുടെ ആഗ്രഹമായിരുന്നു? ഇത് നമ്മൾ ആദ്യത്തെ കിച്ചണായിരുന്നു. നമ്മള് കിച്ചൺ മാറ്റിയിട്ട് വേറെ കിച്ചൺ ഉണ്ടാക്കിയിട്ട് ഇത് ഡൈനിങ് ഏരിയ ആക്കി. അത് ശരി. ഡൈനിങ് ഏരിയയിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന മനോഹരമായ ദൃശ്യം അതെന്താണ്?
അത് പുറത്തെ ബാത്റൂമാണ്. ബാത്റൂമാണ് ആ കാണുന്നത്. അവിടെ എന്താ ചേട്ടാ രാജാക്കന്മാരൊക്കെ ഇരിക്കുന്നു? അത് നമ്മൾ ഇവിടുന്ന് ഭക്ഷണം കഴിക്കുമ്പോ അവിടെ ഓൾറെഡി ബാത്റൂം ഉണ്ട്. അപ്പൊ ചേട്ടൻ പറഞ്ഞത് നമുക്ക് ബാത്റൂമായിട്ട് ഫീൽ ചെയ്യരുത്, അതൊരു മോശം ഇതല്ലേ. അപ്പം അതിന് ഇതുപോലെ ഓടൊക്കെ ഇട്ടിട്ട് വേറൊരു പെറോസിൽ വർക്ക് ചെയ്തതാണ്. അത് ശരി. അപ്പൊ അതിനാണ് ചേച്ചി പറഞ്ഞ ലൈറ്റ് ഒക്കെ തെളിയുന്നു. സ്പോട്ട് ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് കാണുമ്പോ വേറെ എന്തോ ആണെന്ന് വിചാരിക്കും. അത് സത്യം അടിപൊളിയായിട്ടുണ്ട്. ഇതൊക്കെ ആരാണ് ചേട്ടാ അതിനകത്തിരിക്കണ? മുനിമാരാണോ? അത് എന്തോ ചേട്ടനോട് ചോദിക്കുന്നത് എന്തോ കാലചക്രം കറക്റ്റ് വലിയ പരിപാടികളാണല്ലോ അവിടെ നടക്കുന്നത്. ഇതെന്താ ഇങ്ങനെ ഒരു ഏരിയ? ഇത് നമ്മള് പിന്നെ ലിവിംഗിൽ ഇരിക്കുമ്പം ഇവിടെ ആദ്യം ഷോക്കേസ് ചെയ്യുന്നു. ഈ ഷോക്കേസ് മാറ്റിയിട്ട് ഇതുപോലത്തെ ഒരു കിളിവാതിൽ കൊടുത്തു. ഇത് കൊടുക്കുന്ന സമയത്ത് എങ്ങനെ കൺജസ്റ്റഡ് ആവില്ല. നമുക്ക് അവിടുന്ന് നോക്കുമ്പോ ഇത് കുറെ ഏരിയ ഉള്ള പോലെ തോന്നും. അവിടെ ഇരിക്കുമ്പോ ഇത് ഇങ്ങനെ കണക്ഷൻ ഇങ്ങനെ വരുമ്പോ ജയേട്ടൻ ഇതാണ്. മറ്റേ ഇത് ഒരു കൺജസ്റ്റഡ് ആയി പോകുമല്ലോ അവിടെ. ഇത് പിന്നെ കണക്ട് ചെയ്തുകൊണ്ട് പോകും. അപ്പൊ ഒരു ഭയങ്കര ഏരിയ ഉള്ള പോലെ തോന്നും. നിങ്ങൾ ചേട്ടൻ എന്ത് കൈവശം ഒരു സെന്റൻസിൽ 5 തവണ പറയണ്ടല്ലോ. ആർക്കിടയ്ക്ക് ഇത്രമാത്രം ഇൻഫ്ലുവൻസ് ചെയ്തല്ലേ? അതെ അതെ, അത് ശരി. ഇതിലേക്ക് നോക്കിയാലും അതെ, മൊത്തം മറ്റേ ആ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിട്ടുള്ള ഇതെന്ത് സാധനം ചേട്ടാ? ഇത് സാധാരണ വാഷ് ബേസിൻ തന്നെയാണ്. അതുപോലെ ഞങ്ങള് ഇതൊക്കെ നമ്മള് തെരഞ്ഞു നടന്ന് കളക്ട് ചെയ്തതാണ്. ഇത് എവിടെന്നാ ഇതൊക്കെ കിട്ടിയേ? ഇതൊക്കെ ഇവിടെ അടുത്ത് ലാസ്റ്റ് നമ്മള് പെരുവയിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഞാനിതൊക്കെ മറ്റേ റിസോർട്ടുകളിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ ഇങ്ങനെയൊക്കെ കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. ബാ നമുക്കിനി അടുക്കളയിലേക്ക് പോവാം. അടുക്കളയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് ചേച്ചിയുടെ സാമ്രാജ്യം അല്ലേ? പക്ഷെ ചേച്ചി എനിക്ക് ചേച്ചിയോട് ഒരു കാര്യം പറയാനുണ്ട്. ഇവിടെ ഒതുങ്ങി പോകരുത്. ചേട്ടൻ അങ്ങനെ ഒതുക്കാൻ ശ്രമിക്കരുത്. ഏതായാലും അടുക്കളയൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഇവിടെ ഈ എല്ലാ ജനലിലും ഈ എന്താ പറയാ കളേർഡ് ചില്ലുകളല്ലേ? ഫ്ലോറ ഗ്ലാസ് അല്ലേ? എന്തായാലും ഇവര് ഡോർ ഫ്ലോറ ഗ്ലാസ്. ഓക്കെ. അതിന് വില കൂടുതലാണോ ഏട്ടാ? വില കുറവാണ്. ഗ്ലാസ് ഇതിപ്പോ പണ്ട് ഉപയോഗിച്ച ഗ്ലാസ്സുകളാണ്. അപ്പൊ അത് കിട്ടാനില്ല. ഇപ്പൊ ജയേട്ടന്റെ ഒരു ഇതിന് ഒരു സ്ഥലത്ത് മാത്രം സപ്ലൈ ചെയ്യുന്നുണ്ട്. കലേഷിനോട് പറഞ്ഞ് ഞാൻ ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ച് നടന്ന് ഇതുവരെ കിട്ടിയില്ല. കലേഷേട്ടന് പുതിയ വീട് വെച്ചോണ്ടിരിക്കുന്നുണ്ട്. ആണോ? ഒന്ന് പോണം. ജേട്ടൻ അതെ, ഇവിടെ കണക്ട് ചെയ്ത് കൊടുത്താണോ? അല്ല, നേരിട്ട് വന്നതാണ്. അതെന്താ അവിടെ ഒരു ചെറിയ ഏരിയ? അതൊരു സ്റ്റോറൂമിൽ എന്താ അതില് കിച്ചണിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ടിരിക്കണ്ടല്ലേ? നോക്കട്ടെ. പലചരക്ക് സാധനങ്ങൾ. ഓക്കെ. ഇതൊക്കെ ചേച്ചി ഇതൊക്കെ പലചരക്കായിട്ടാണോ ചേച്ചി ഉപയോഗിക്കുന്നത്? അല്ല, അത് ട്രോഫി വെക്കാനുള്ള ഏരിയ റെഡി ആയിട്ടില്ല. അപ്പൊ അത് കുറച്ച് അവിടെ അതുകൊണ്ട് ഇങ്ങനെ ഇത് നമ്മൾ എവിടെ നോക്കിയാലും കാണുമല്ലോ. ഇതൊന്നും ഓക്കെ, ബാക്കിയൊക്കെ സെറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. പരമാവധിയൊക്കെ വെച്ചിട്ടുണ്ടല്ലോ ചേട്ടാ. സ്ഥലം കിട്ടിയ സ്ഥലത്തൊക്കെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ ചേച്ചി ഈ പ്ലാസ്റ്റിക് കുപ്പിയോട് മാറ്റിയിട്ട് ഒരു ഭരണികൾ വെക്കണം കേട്ടോ. അപ്പൊ ഇവിടെ മൊത്തത്തിൽ എല്ലാം മറ്റേ ആ ഒരു ട്രഡീഷണൽ സ്റ്റൈലാണല്ലോ. പ്ലാസ്റ്റിക് ഒന്നും നമുക്ക് മാറ്റി പിടിക്കും. പിന്നെ പെട്ടെന്ന് കാണുന്ന ഏരിയ അല്ല. അതെ, അതുകൊണ്ട് പ്രശ്നമില്ല. ഓ, നോൺ ഉണ്ടാക്കുന്നത് പുറത്താണോ? കൊള്ളാം, അടിപൊളി. ഗ്ലാസ് വരെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ? പഴയൊരു അലമാരയാ. അപ്പൊ അതാണ് വെച്ചത്. അതല്ല, ഈ ഗ്ലാസ് അത് വീട്ടിൽ താമസിക്കുന്ന സമയത്ത് അവര് കാറ്ററിംഗിന്റെ ഒരു വെച്ചിട്ട് പോയത്. ഇത് ഇങ്ങനെ എന്താ പറയാ, ട്രാൻസ്പെറന്റ് ഗ്ലാസ് ഇടാന്നുള്ളതോ? ഇവിടെ കിച്ചണിലേക്ക് ലൈറ്റ് കിട്ടാൻ വേണ്ടിട്ട് വളരെ വളരെ ആലോചിച്ചൊക്കെയാണല്ലോ ഈ വീട് പണിതേക്കുന്നത്. എത്ര വർഷത്തെ ആലോചനയുടെ ഭാഗമായിട്ടാണ് വർഷങ്ങൾ ആലോചന ഒന്നും ഇല്ല. മാറ്റി ട്രഡീഷണൽ ആക്കണം എന്ന് വിചാരിച്ച് മറ്റേ വീട് പൊളിച്ച് പൊളിക്കല്ല, കുറെ ഒക്കെ പൊളിച്ചു പോയിട്ടുണ്ട്. പൊളിച്ചിട്ട് പണി തുടങ്ങി. പിന്നെ ടൈം എടുത്തോണ്ട് നമുക്ക് ഓരോ സാധനം അതിന്റെ രീതിയിൽ ആലോചിച്ച് ചെയ്യാനുള്ളൊരു. എത്ര സെന്റ് ഉണ്ട് ഇത്? മൊത്തം 27 സെന്റ് സ്ഥലം. 27 സെന്റിൽ എത്ര സെന്റിൽ വീട് ഇരിക്കണേ? വീട് ഇപ്പം നോക്കി തോന്നുന്നു 10-12 സെന്റ് ആണ് വീട് എടുത്തിട്ടുണ്ടല്ലേ. അപ്പൊ നമ്മള് മുകളിലേക്ക് കയറി നോക്കാം അല്ലേ? മുകളിലേക്ക് കയറാം. ഇത് മരമാണോ കേട്ടോ സ്റ്റെപ്പ് ഒക്കെ? ഇതൊക്കെ മരം ആണോ? ഏത് മരമായിട്ട് വരും? ഇത് കരിവാക എന്ന് പറഞ്ഞ മരം ആണ്. ഓക്കെ, കൊള്ളാം, നല്ല ഭംഗിയുണ്ട്. ഇത് മേളിൽ ഇത് മൊത്തം മരമാണ്. ഓ, ഇതാണ് ചേട്ടൻ പറഞ്ഞ മുകളിലത്തെ ഭാഗം ഇത് ചെയ്തിട്ടില്ല അതല്ലേ? കോൺക്രീറ്റ് അല്ല.
മരമാണല്ലേ? മരമാണ്. അതെന്തിനാ, തണുപ്പ് കിട്ടാൻ വേണ്ടിട്ടാണോ? തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ആ പഴയ ഒരു സ്റ്റൈൽ കിട്ടണമെങ്കിൽ നമുക്ക് മരം ചെയ്യണല്ലോ. പണ്ട് ഇങ്ങനെയാണല്ലോ വീടുണ്ടായത്. അത് ശരിയാ. ലൈറ്റുകളും ഒക്കെ എല്ലാം നല്ല വെറൈറ്റി സാധനങ്ങളാണല്ലോ ചേട്ടാ. എന്തൊരു കൊള്ളാം, നല്ല ഭംഗിയുള്ള ബാൽക്കണി. നോക്കാം, ഇവിടെയൊക്കെ വന്ന് ഇരിക്കാറുണ്ടോ ചേച്ചി? അതിനൊക്കെയുള്ള സമയം കിട്ടാറുണ്ടോ? കുറച്ച് ദിവസമായിട്ട് സമയം കിട്ടും. ഇതെന്താ പറയുക, നമ്മൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നേരെ ഇവിടെ തുറന്ന് ഇവിടെ കുറച്ച് നേരം ഇരുന്നിട്ട്. ഇവിടെയാണോ ബെഡ്റൂം ഒക്കെ ഉള്ള ചേച്ചി? അതാണ് ബെഡ്റൂം. ഓക്കെ, ബാ നമുക്ക് അങ്ങോട്ടും കൂടെ പോയി നോക്കാം. ഇവിടെ ഒരു ടി വി വെക്കാനുള്ള എന്തെങ്കിലും പ്ലാനുകൾ ഉണ്ടായിരുന്നു? സ്ക്രീൻ ഓൾറെഡി ഞാൻ ആദ്യം ഉപയോഗിച്ച പ്രൊജക്ടറും സ്ക്രീനും ഒക്കെ ഉണ്ട്. പിന്നെ അത് സെറ്റ് ചെയ്യണം ഇവിടെ. അതിനുള്ള എല്ലാ ഒരു സജ്ജീകരണങ്ങളും. ഈ ടൈലും ഒക്കെ ഭയങ്കര വ്യത്യസ്തമായ ടൈലുകൾ ഞാൻ എല്ലായിടത്തും ശ്രദ്ധിച്ചു. എല്ലാം ഭയങ്കര വ്യത്യസ്തമായ ടൈലുകൾ. ഇത് ഗുജറാത്തിൽ നിന്ന് കൊണ്ടുവന്നാണോ? എല്ലാം താഴെ ഇട്ടേക്കുന്നതും ഒക്കെ അല്ലേ? അതാണ്, നല്ല രസമുണ്ട് കേട്ടോ. ബാ മുറിയിലേക്ക് പോവാം. ബെഡ്റൂം. ബെഡ്റൂമില് മറ്റൊരു ടൈൽ. ഈ ടൈൽ സെലക്ഷനിലൊക്കെ ആരാണ് ഏറ്റവും കൂടുതൽ? അല്ല, ഇതൊക്കെ നമ്മൾ ഇവര് ഫോട്ടോസ് അയച്ചു തന്നിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുന്നതാണ്. കുറച്ച് ഈ ഒരു പാറ്റേണിൽ കുറെ അയച്ചു തരും, എന്നിട്ട് അതിൽ നമ്മൾ സെലക്ട് ചെയ്യാം. ഈ ഫോട്ടോ കൊണ്ട് നമുക്ക് മനസ്സിലാക്കി എടുക്കാനൊക്കെ പറ്റുമോ? ഫോട്ടോ കണ്ടു, പക്ഷേ അത് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുന്ന ഒരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ വന്നപ്പോ കുഴപ്പമില്ല, എല്ലാം നല്ല ഭംഗിയായി. അവിടുന്ന് ഗുജറാത്തിൽ നിന്ന് കൊണ്ടുവന്നതുകൊണ്ട് എന്തെങ്കിലും പൈസ കുറവുണ്ടായോ കൂടുതലുണ്ടായോ? അല്ല, ഇങ്ങനത്തെ ടൈല് നമ്മൾ അവിടെ ഓർഡർ ചെയ്തിട്ട് അവര് അതുപോലെ ഉണ്ടാക്കി തരികയാണ്. അപ്പൊ അല്ല, നമ്മുടെ ഇവിടെ വെച്ചിട്ട് പൈസക്ക് വലിയ ഭയങ്കര വ്യത്യാസങ്ങളില്ല. എന്താ ഈ കട്ടിലിന് 4 കാല്, ഐ മീൻ മുകളിലേക്ക് 4 കൊമ്പ്? നമ്മളെ പഴയ സ്റ്റൈലില് ഒരു രാജാവാകണം എന്ന് ചേട്ടൻ ആഗ്രഹം ഉണ്ടല്ലോ. മൊത്തത്തിൽ അങ്ങനെ ഒരു ഫീല് കിട്ടുന്നുണ്ടല്ലോ. അങ്ങനെ ഉണ്ടായിരുന്നോ ചേട്ടാ? അങ്ങനെയില്ല, പക്ഷെ നമ്മള് ട്രഡീഷണൽ ആകുമ്പോ ഒക്കെ ആ ഒരു സ്റ്റൈലിലേക്ക് വരണ്ടേ. അലമാരയല്ലേ അത്? അലമാര ഞാൻ തുറന്നു നോക്കുന്നില്ല, പ്രൈവസി മാനിച്ചിട്ട്. ഓക്കെ, അങ്ങനെ ഇവിടെ നിങ്ങൾ രണ്ടാളും കുട്ടികളും ഒക്കെ ഇവിടെ തന്നെ, മക്കളൊക്കെ ഇവിടെ തന്നെ. അപ്പൊ അപ്പുറത്തെ മുറിയില് അവിടെ ആരും ഇവിടെ 3 റൂമും ഫ്രീ ആണ്. അമ്മയുള്ള സമയത്ത് റൂം അമ്മ അടക്കും. പിന്നെ അമ്മ ഇപ്പൊ 2 ആഴ്ച ഇവിടെ നിൽക്കുകയാണെങ്കിൽ പിന്നെ 2 ആഴ്ച ചേച്ചീൻ്റെ അടുത്ത് ഇരിക്കും. ഓക്കെ. ഇവിടെ ഞാൻ ഇതിനു മുന്നേ ഒന്ന് വാഷ്റൂമിൽ കയറാനായിട്ട് വന്നായിരുന്നു. അപ്പൊ ആ വാഷ്റൂം കണ്ടു, വളരെ ആഘോഷമായിട്ടുള്ള വാഷ്റൂം ആണല്ലോ ഏട്ടാ. ഞാൻ നിങ്ങൾ കാണിച്ചു തരാം. അവിടെ ഒരു ഡാൻസ് കളിക്കാനുള്ള സ്ഥലം ഉണ്ടല്ലോ. അത് നമ്മളെ അടുക്കളേന്റെ നേരെ മേലുള്ള പിന്നെ ഏരിയ ആണ്. അപ്പൊ അതിന് ഇവിടെ ചെറിയ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു കുട്ടികളുടെ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിട്ട് അതങ്ങനെ ചെയ്ത്, അങ്ങനെ കുട്ടികളുടെ സാധനങ്ങളെല്ലാം ഇവിടെ കൊണ്ടുവന്ന് ഡംപ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ അവർക്ക് ഇരുന്ന് പഠിക്കുന്ന, ഇവിടെ പടം വരയ്ക്കുന്ന മോനോ? നന്നായിട്ട് വരയ്ക്കും. അത് ശരി. ഈ കണ്ണാടിയൊക്കെ നല്ല രസമുണ്ടല്ലോ, ഈ കണ്ണാടി കാണാനായിട്ട്. ഇതൊക്കെ എവിടെന്നാ ചേട്ടാ ഇതൊക്കെ കൊണ്ടുവന്നത്? ഇവിടെ അടുത്ത് തന്നെ കുറ്റിക്കാട്ട്. ഞാൻ ഇതേപോലത്തെ പാറ്റേൺ പിന്നെ ചേട്ടൻ അയച്ചു തന്നിട്ട് അവരെ കൊണ്ടുണ്ടായിച്ചത് ആണ്. അതെ. അപ്പൊ നമുക്ക് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ കാണാനുണ്ടായിരുന്നത്. എല്ലാം കണ്ടു കഴിഞ്ഞു. ഇവിടെയൊക്കെ നിങ്ങൾ വന്നിരുന്ന ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാറുണ്ടോ? ആക്ച്വലി ഇവിടെ ഞങ്ങളിപ്പോ താമസിച്ചിട്ട് ഇവിടെ കുറച്ച് ദിവസമായിട്ടില്ലല്ലോ. അപ്പൊ ഇത്ര ദിവസം എവിടെ ആയിരുന്നു? വാടകയ്ക്കായിരുന്നു? ഫ്ലാറ്റില്. അവിടെ എവിടെയായിരുന്നു അത്? ഇവിടെ അടുത്ത് തന്നെ? ഇവിടെ അടുത്ത് തന്നെ ആണ്. ഇത് പിന്നെ ആദ്യം ഞാനിപ്പം 10-15 കൊല്ലം ഇവിടെ താമസിച്ചു. അപ്പം ഇനി ഇത് മാറ്റുന്ന സമയത്ത് ജസ്റ്റ് നമുക്ക് വീട് പണി വന്ന് നോക്കാനും ഉള്ള സൗകര്യത്തിന് ഇവിടെ അടുത്ത ഒരു ഫ്ലാറ്റ്, PVS-ന് ഒരു ഫ്ലാറ്റ് ഉണ്ട്. ആ ഫ്ലാറ്റിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഏതായാലും അതുകൊണ്ടാണ് മക്കളൊക്കെ ഫ്ലാറ്റിൽ താമസിച്ച് മതിയായല്ലേ. അവർക്ക് ഈ പറമ്പ് സ്ഥലമൊക്കെ കിട്ടിക്കഴിഞ്ഞത് ഭയങ്കര സന്തോഷമല്ലേ. എന്തായാലും ഇത് കാണുമ്പോഴേക്കും നമുക്കും ഭയങ്കര ഒരു സന്തോഷം. ഒത്തിരി സ്ഥലം, ഓടി നടക്കാനുള്ള സ്പേസ്, നല്ല മരങ്ങൾ, നല്ല തണല്, കാറ്റ്, എല്ലാം കൂടെ ഒരു ഗ്രാമത്തിന് നൈർമല്യവും എല്ലാം മനോഹരമായ ഒരു സ്ഥലം. കയറി വരുമ്പോൾ തന്നെ അവിടെ ഭയങ്കര ഗാംഭീര്യമുള്ളൊരു വീട്. ചേട്ടനൊക്കെ നേരത്തെ സ്വപ്നം കണ്ടിരുന്നല്ലേ? നമ്മൾ സ്വപ്നം കണ്ടാൽ മാത്രമേ ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റുള്ളൂ അല്ലേ ചേട്ടാ? അത്രേ ഉള്ളൂ. അപ്പൊ ഏതായാലും അടിപൊളി വീട്, അടിപൊളി സൗകര്യങ്ങൾ. ഞാൻ വളരെ ഹാപ്പിയാണ്, നിങ്ങൾ ഡബിൾ ഹാപ്പിയാണെന്ന് എനിക്കറിയാം. അപ്പൊ ഏതായാലും അടിപൊളി വീട് ചേട്ടാ. അപ്പൊ നമ്മുടെ ആർക്കിടെക്ട് ജയേട്ടനോട് പ്രത്യേകം അന്വേഷണം അറിയിച്ചേക്കോ. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് ഒരു 4 ക്ലയൻസും കൂടെ ചേട്ടൻ ഉണ്ടാവട്ടെ. കാരണം നിങ്ങൾ രണ്ടുപേരും വളരെ ആത്മാർത്ഥമായിട്ട് ചേട്ടന് പരസ്യം കൊടുക്കുന്നുണ്ടായിരുന്നു. വർഷങ്ങളായിട്ട് അറിയോ ചേട്ടൻ? അതെന്താന്ന് വെച്ചാൽ ഞങ്ങൾ ഈ ട്രഡീഷണൽ വീട് എന്ന് പറഞ്ഞ സമയത്ത് കൊറേ പ്ലാൻ വരപ്പിച്ചിട്ടുണ്ടായിരുന്നു, ചേട്ടനെ കൊണ്ടല്ല വേറെ. പക്ഷെ അവര് വരച്ചപ്പോ ഒന്നും
ഞങ്ങൾ വിചാരിച്ച ഒരു ഇതിലേക്ക് വന്നില്ല. പക്ഷെ ചേട്ടൻ പെട്ടെന്ന് വന്നു, വരച്ചു. 5 മിനിറ്റ് കൊണ്ട് വരയ്ക്കും, പെണ്ണോണ്ട് 5 മിനിറ്റ് കൊണ്ട് വരയ്ക്കുക, അല്ലാതെ 3D പ്ലാനോ കാര്യങ്ങളൊന്നും. പിന്നെ അപ്പോൾ സ്പോട്ടിൽ വരയ്ക്കുക. ഇവിടെ ആശാരിമാർക്ക് ഒരു ബുക്ക്, ഈ പിന്നെ കൽപ്പണിക്കാർക്ക് ഒരു ബുക്ക്, അങ്ങനെ എല്ലാവർക്കും ഓരോ ബുക്കാണ്. അതിൽ ചേട്ടൻ വരും, വന്നിട്ട് ഇന്ന ഡിസൈൻ എന്നിട്ട് വരച്ചു കൊടുക്കുക. അതുപോലെയാണ് ഉണ്ടാക്കുന്നതൊക്കെ. ഓ, അടിപൊളി അടിപൊളി. എന്തായാലും ഗംഭീരമായിട്ടുണ്ട്. വളരെ വളരെ ഗംഭീരമായൊരു വീട്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഈ വീട് കണ്ടതിലും കാണാൻ സാധിച്ചതിലും ഒക്കെ. അപ്പോൾ ഏതായാലും ഓൾ ദി വെരി ബെസ്റ്റ്. ഇവിടെ ഇങ്ങനെ നിങ്ങൾ വളരെ ഫോർ ഹാപ്പിലി ജീവിക്കട്ടെ. താങ്ക് യു സോ മച്ച്. നമുക്കെങ്കിൽ താഴെ പോയിരുന്നിട്ട് വൈൻഡപ്പ് ചെയ്യാമല്ലേ? നമുക്ക് താഴെ നിൽക്കല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ വീടെല്ലാം കണ്ടു കഴിഞ്ഞ് ഇതാണ് അപ്പൊ ചേട്ടാ മറ്റേ 5 കോടിയായി 10 കോടിയായി എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ അപവാദം പറഞ്ഞുണ്ടാക്കിയ വീടല്ലേ. പക്ഷെ നമുക്ക് ആൾക്കാരെ ഒന്നും കുറ്റം പറയാൻ പറ്റില്ല, കാരണം അങ്ങനത്തെ ഒരു ഫീലൊക്കെ വീട് തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീടിന്റെ ആർക്കിടെക്ട് ചേട്ടാ ഒന്നിങ്ങനെ വന്നേ. നമസ്കാരം ചേട്ടാ. ആക്ച്വലി ഇത് എങ്ങനെ ചേട്ടാ ഇത്രയും ആൾക്കാരെ കൊണ്ട്, അല്ല ഇത്ര അടിപൊളിയായിട്ടുള്ള വീടുകളൊക്കെ ചേട്ടനെ എവിടെ നിന്നാണ് ഇവര് കൃത്യമായിട്ട് പറഞ്ഞു തന്നോ ഇന്ന സാധനങ്ങളാണ് വേണ്ടത് എന്നൊക്കെ? ഞാൻ ഈ വീട് വന്ന് കാണുമ്പോ ഹരീഷ പറഞ്ഞറിയില്ല, പേപ്പറിൽ വരച്ചത് പേപ്പറിലുള്ളൂ അല്ല നമ്മുടെ മറ്റേ 3D സാധനമായിട്ടല്ല ചേട്ടൻ വരുന്നത്. ഞാൻ ഹാൻഡ് സ്കെച്ച് ചെയ്യാറില്ല. അപ്പൊ ഇത്തരത്തിലുള്ള വീടുകളാണ് നമ്മൾ ഫോഴ്സ് ചെയ്യുന്നത്. ഈ സ്റ്റൈല്, കൊളോണിയൽ സ്റ്റൈല്, കണ്ടംപററി ചെയ്യില്ല. കണ്ടംപററി അങ്ങനെ ചോറന്നൊരിക്കലും ചൂടെടുത്ത് തയ്യാൻ പറ്റില്ല. മൈസൂർ പാക്കും അതിനോട് ക്ലാസ് കൂടെ മൈസൂർ പാക്ക് അതിനോട് ക്ലാസ്, അതായത് കണ്ടംപററി വീട്. കണ്ടംപററി വീട് മറ്റേ കേരളത്തിലെ ടോപ്പിക്കൽ കണ്ടീഷൻ 6 മാസം 8 മാസം മഴ പെയ്ത രാജ്യത്ത് ഈ പറയുന്ന സ്റ്റൈലാണെങ്കിൽ നമുക്ക് മെയിൻ്റെനൻസ് പറയും, പെയിന്റിങ് വരില്ല, പിന്നെ ചുമലിൽ ഈർപ്പം പിടിക്കില്ല. അപ്പൊ അങ്ങനെ ആ ഒരു കൺസെപ്റ്റ് ഇപ്പൊ ഹരീഷിന്റെ വീട് ചെയ്യാൻ പറ്റി എനിക്ക് വലിയ ഭാഗ്യമായിരുന്നു. കാരണം ഒന്നാമത് വെച്ചാൽ പുതിയ വീടുണ്ടായി ഹരീഷ് ഓഫർ ചെയ്തതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു പുതിയ വീട് വേണ്ട, വെറുതെ കുറെ പണം നശിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അത് ഹരീഷും വൈഫും ഉൾക്കൊണ്ടു. പിന്നെ അവർക്ക് ഭയങ്കര പോസിറ്റീവായുള്ള ഒരു സ്പേസ് ആണ്. ആ സ്പേസിൽ ഒന്ന് നമ്മൾ വാസ്തുവിന്റെ പരിമിതി നിന്നുകൊണ്ട് എല്ലാം ചെയ്തു. ഏതായാലും ചേട്ടൻ പരമാവധി പരസ്യം ഇവർ രണ്ടുപേരായിട്ട് തരുന്നുണ്ട്. എല്ലാ സെന്റൻസിലും 2 തവണ ചേട്ടന്റെ പേര് പറയുന്നുണ്ട്. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇവർ ഭയങ്കര ഹാപ്പിയാണ്. അപ്പൊ ഏതായാലും 5 കോടി എന്നൊക്കെ പറഞ്ഞ വീട് 5 കോടി ഒന്നും ഇല്ലെന്ന് ഞങ്ങൾക്കറിയാം. അത്രയൊന്നും ഇല്ല, സത്യസന്ധമായ എമൗണ്ട്, വളരെ ചെറിയ എമൗണ്ട് ആണ്. അപ്പൊ ഏതായാലും വീട് അടിപൊളിയായിട്ടുണ്ട്, ഗംഭീരമായിട്ടുണ്ട്. അപ്പൊ എല്ലാവരും വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നതുകൊണ്ട് നമ്മൾ വളരെ ഹാപ്പി ആയിട്ട് വൈൻഡപ്പ് ചെയ്യട്ടെ. അപ്പൊ എല്ലാവർക്കും ഫാം ഫെഡ് ബെസ്റ്റ് ആണ് ഈ കൂട്ട്. അടുക്കള ടോപ്പാക്കാൻ ടോപ്പ് ലൈൻ കിച്ചൺ വെയർ, the cooking specialist.